നമസ്കാരം. ഇന്നത്തെ ദീർഘ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. യുക്രൈനിൽ ദിവസങ്ങളായി തുടരുന്ന ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സൈനിക നേതൃത്വത്തിലുണ്ടായ വലിയ അഴിച്ചുപണികളെക്കുറിച്ചും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് ഇന്നത്തെ വാർത്തകളിൽ. പ്രധാന വാർത്തയിലേക്ക് കടക്കാം. കീവിലെ യുദ്ധമുഖത്തേക്ക്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി രാജ്യത്തെ ഉന്നത സൈനിക കമാൻഡർ ഒലെക്സാണ്ടർ സിർസ്കിയെ പുറത്താക്കി. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ തീരുമാനം. ജനങ്ങൾക്കിടയിലും സൈന്യത്തിനിടയിലും ഏറെ സ്വാധീനമുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി മിഖൈലോ ഫെഡോറോവിനെ അടുത്തിടെ നീക്കം ചെയ്തത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സിർസ്കിയെയും സ്ഥാനത്തുനിന്ന് നീക്കിയത്. ഫെഡോറോവിന്റെ പുറത്താക്കലിനെ തുടർന്നുണ്ടായ കടുത്ത പ്രതിഷേധങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ നടപടിയെ ബിബിസി വിലയിരുത്തുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം ഇതിനെതിരെ പ്രകടനങ്ങൾ നടന്നിരുന്നു. യുദ്ധം നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇത്തരം ഉന്നതതല മാറ്റങ്ങൾ സൈനിക നീക്കങ്ങളെ അസ്ഥിരപ്പെടുത്തുമെന്ന് ഭരണകൂട വിമർശകർ ആശങ്കപ്പെടുന്നു. തന്ത്രപരമായ മാറ്റങ്ങളുടെ ഭാഗമായാണ് ഈ പുനഃസംഘടനയെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഈ തീരുമാനം ഉക്രൈൻ നേതൃത്വത്തിലെ ഐക്യത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സൈനിക നേതൃത്വത്തിലെ ഈ വലിയ മാറ്റങ്ങൾക്കിടയിലും ജനങ്ങളുടെ മനോവീര്യം നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ കമാൻഡറുടെ നിയമനത്തെ സൈനികരും പൊതുജനങ്ങളും എങ്ങനെ സ്വീകരിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് നിരീക്ഷകർ. ഭരണകൂടത്തിന്റെ ഈ അഴിച്ചുപണിയിൽ ഉക്രൈനിലെ ജനങ്ങൾ ഇപ്പോഴും ഭിന്നിച്ച നിലപാടിലാണുള്ളത്. ടെഹ്റാനു വേണ്ടി റിപ്പോർട്ട്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. മേഖലയിൽ തുടർച്ചയായ 11ാം ദിവസമാണ് സൈനിക നടപടികൾ നടക്കുന്നത്. ശത്രു തുടരുകയാണെങ്കിൽ ഇറാനിലെ പ്രധാനപ്പെട്ട ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കൻ സൈന്യം സജ്ജമാണെന്ന യുഎസ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ ആക്രമണം. ഇറാനിലെ നിർണായകമായ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കത്തിലേക്കാണ് ഭരണകൂടം കടക്കുന്നതെന്ന് ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പുതിയ ആക്രമണങ്ങൾ മേഖലയിൽ വലിയൊരു യുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ നിരീക്ഷകർ പരിശോധിച്ചുവരികയാണ്. ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് പെന്റഗൺ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കം മുൻകാല സൈനിക തന്ത്രങ്ങളിൽ നിന്നുള്ള വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ പുതിയ മുന്നറിയിപ്പുകളോട് ഇറാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം രാജ്യത്തുടനീളം പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 11ാം ദിവസത്തെ ആക്രമണവും അവസാനിക്കുമ്പോൾ അമേരിക്കയുടെ ഭീഷണി ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുമോ അതോ അണിയറ നീക്കങ്ങളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. കൂടുതൽ വാർത്തകളുമായി ദീർഘത ഉടൻ തിരിച്ചെത്തും. ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇതുവരെ ഏകദേശം $37.5 ബില്യൺ ചെലവഴിച്ചതായി പീറ്റ് ഹെഗ്സെത്ത് കോൺഗ്രസ് ഹിയറിംഗിൽ വെളിപ്പെടുത്തി. ബിബിസി, അൽ ജസീറ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ കണക്ക് പുറത്തുവരുന്നത് നിലവിലെ സൈനിക നീക്കങ്ങൾ തുടരുന്നതിനായി പെന്റഗൺ കൂടുതൽ തുക ആവശ്യപ്പെടുന്നതിനിടെയാണ്. ഭരണകൂടത്തിന്റെ പ്രാദേശിക തന്ത്രങ്ങളെ വിലയിരുത്തുന്നതിനായി ചേർന്ന ഹിയറിംഗ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിഷേധക്കാർ സഭ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും നടപടികൾ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. ഈ സംഘർഷം അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നു. $37.5 ബില്യൺ എന്നത് നേരിട്ടുള്ള പ്രവർത്തന ചെലവ് മാത്രമാണെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ ഫണ്ടിനായുള്ള പെന്റഗണിന്റെ ആവശ്യം വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സൈനിക ഇടപെടലുകളുടെ ആവശ്യകതയും വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ബാധ്യതയും പൊതുജനങ്ങളുടെ എതിർപ്പും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഭരണകൂടം പാടുപെടുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. ഇറ്റാലിയൻ നഗരമായ ബൊളോണയിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മൊറോക്കൻ വംശജൻ മരിച്ചതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമായി. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച 2 പോലീസ് ഉദ്യോഗസ്ഥർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെയാണ് 42-കാരനായ അബ്ദുറഹീം ഫക്കീർ മരിച്ചതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. ആസ്ത്മയും ഹൃദയസംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്ന ഫക്കീർ തന്നെ വിടണമെന്നും സഹായിക്കണമെന്നും ഉദ്യോഗസ്ഥരോട് അപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ ഇറ്റലിയിൽ താമസിക്കുകയും പ്രാദേശികമായി ബിസിനസ് നടത്തി വരികയുമായിരുന്ന ഫക്കീറിന് നീതി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാത്രി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. തുടക്കത്തിൽ സമാധാനപരമായിരുന്ന പ്രതിഷേധം പിന്നീട് ഒരു വിഭാഗം ആളുകൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ അക്രമാസക്തമായി. രാത്രി മുഴുവൻ നീണ്ടുനിന്ന സംഘർഷത്തിൽ 64 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പ്രോസിക്യൂട്ടർമാർ സ്ഥിരീകരിച്ചു.
സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. സത്യം പുറത്തുകൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ജോർജിയ മെലോനി പ്രതികരിച്ചു. അക്രമസംഭവങ്ങളെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടെഹ്റാന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇറാനുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾക്കും സൗകര്യങ്ങൾക്കും നേരെ തുടർച്ചയായ 11ാം ദിവസവും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു. ടെഹ്റാനുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വാഷിംഗ്ടൺ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ എന്നിവയാണ് ആക്രമണത്തിൽ പ്രധാനമായും തകർത്തത്. മേഖലയിലെ അസ്ഥിരത തടയുന്നതിനും സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടികളെന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. എന്നാൽ തുടർച്ചയായുള്ള ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സുരക്ഷാ നയത്തിൽ അമേരിക്ക വലിയൊരു മാറ്റം വരുത്തിയതായും കൂടുതൽ സജീവമായ ഇടപെടലുകളിലേക്കാണ് അവർ നീങ്ങുന്നതെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഈ ആക്രമണങ്ങൾ മേഖലയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ടെങ്കിലും വാഷിംഗ്ടണും ടെഹ്റാനും നേരിട്ടുള്ള വലിയൊരു ഏറ്റുമുട്ടലിൽ നിന്ന് ഇതുവരെ വിട്ടുനിൽക്കുകയാണ്. തകർത്ത കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുടെ പ്രവർത്തനശേഷിയെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകുമോ അതോ ആക്രമണത്തിന്റെ തീവ്രതയിൽ മാറ്റം വരുമോ എന്ന കാര്യത്തിൽ സൈനിക നിരീക്ഷകർ അതീവ ജാഗ്രതയിലാണ്. ടെഹ്റാന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാന ആഗോള സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ വാർത്താ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ടെഹ്റാന് സത്യം മാത്രം ആദ്യം.